ബാക്ക് ടു എജു വാലറ്റ്. അപ്പോൾ നമ്മളിന്ന് +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ കുട്ടികൾ നമുക്ക് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻസി എക്കണോമിക്സ് ഒക്കെ ഇടുമെന്ന്. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സുകളും ഒപ്പം ഇടുന്നുണ്ട്. ഞാനല്ല എടുക്കുന്നത്, എക്കണോമിക്സ് അക്കൗണ്ടൻസി ഒക്കെ വേറൊരാളാണ് എടുക്കുന്നത്. നിങ്ങൾ ക്ലാസ് കാണുക, ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സാമിന് മാത്രം വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കുക, മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റിനും ഫസ്റ്റ് ഇയേഴ്സിനും പഠിക്കാൻ പറ്റാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 100% വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററിലെ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ നമുക്ക് നിർബന്ധമായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഡിഫൈൻ അക്കൗണ്ടിങ്, വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പല മീനിങ്ങുകളുണ്ട്. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട മീനിങ് AICPA എന്ന് പറഞ്ഞ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്. എല്ലാ എക്സാമിനും ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതിയാലാണ് നമുക്ക് മാർക്ക് വീഴുക. 2 മാർക്സിന് ചോദിച്ചാലും 3 മാർക്സിന് ചോദിച്ചാലും നിങ്ങൾ ഈ ഡെഫിനിഷൻ തന്നെ മസ്റ്റായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ, summarizing in a significant manner and in terms of money, transactions and events which are in part at least financial of character and interpreting the result thereof. ഇത് ഒറ്റ സെൻറ്റൻസ് ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. അത് റെക്കോർഡ് ചെയ്യണു, ക്ലാസിഫൈ ചെയ്യണു, സമ്മറൈസ് ചെയ്യണു. ഏത് രീതിയിൽ? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഏത് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ? മണി ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള എന്തെങ്കിലും ബില്ലുകളോ. എന്നിട്ട് നമ്മൾ അതിനെ റെക്കോർഡിങ് ക്ലാസിഫൈ ചെയ്ത് നമ്മുടെ ഡാറ്റയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുക. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ മീനിങ്. ഇത് ഒരൊറ്റ സെൻറ്റൻസ് ആണ്. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. AICPA എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെഫിനിഷനാണ്. ഇത് പഠിക്കേണ്ടതിൽ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. പിന്നെ മണി ട്രാൻസാക്ഷൻസും ഫിനാൻഷ്യൽ, ഒന്നുകിൽ മണി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള എന്തെങ്കിലും ബില്ല്, എന്തെങ്കിലും സാധനങ്ങൾ നമുക്കതിനെ മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും പറ്റണം. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വയ്ക്കുക, ക്ലാസിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ തരംതിരിക്കുക, സമ്മറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു ഒറ്റ രൂപമാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്. അപ്പോൾ ഈ മീനിങ് എല്ലാവരും പഠിക്കണ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നെക്സ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ആ ടെക്സ്റ്റിലുണ്ട്. നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസൊക്കെ ഓൾറെഡി നമുക്ക് ഉണ്ടാക്കി എഴുതാൻ കിട്ടും. അപ്പോൾ ഇവിടെ ഫങ്ഷൻസ് ആയിട്ട് മെയിനായിട്ട് വരുന്നത് ടു റെക്കോർഡ്, ക്ലാസിഫൈ, സമ്മറൈസിങ്, മണി ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ക്യാരക്ടർ, അനലൈസ്, ഇൻ്റർപ്രറ്റ്, റിസൾട്ട്, കമ്മ്യൂണിക്കേറ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഫങ്ഷൻസ് ഉണ്ടാക്കി എഴുതാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. മണി ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. വേറെ ഒരു ട്രാൻസാക്ഷൻസും സർവീസ് ട്രാൻസാക്ഷൻസും ഒന്നും നമ്മൾ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഫിനാൻഷ്യൽ ക്യാരക്ടർ, ഒന്നുകിൽ മണി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള എന്തെങ്കിലും എവിഡൻസ്. പിന്നെ അനലൈസ്, ഇൻ്റർപ്രറ്റ്, അതായത് അനലൈസ് ചെയ്യുന്നു, പിന്നീട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളെ ബയ്യേഴ്സ്, കസ്റ്റമേഴ്സ്, ഹോൾസെയിലേഴ്സ്, മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് യൂസേഴ്സ് ഉണ്ട് അക്കൗണ്ടിങ്ങിന്. എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇയർലി ചെയ്യണതാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് ഇയർലി നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫങ്ഷൻസ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും നമുക്ക് എന്ത് എഴുതാം? ഇതെല്ലാം എഴുതാം. അത് നമ്മളുടെ ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ നമുക്കത് കിട്ടുന്നതാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ക്വസ്റ്റ്യൻസ് വരാം. അഡ്വാൻറ്റേജസ്, വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്,
ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഓർ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റില്ല. ചിലപ്പോൾ 8 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതൊക്കെ ഒരു 6 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഡെഫിനിഷൻ മാത്രമാണ് നമുക്ക് 2-3 മാർക്സിന് ചോദിക്കുള്ളൂ. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്സിൻ്റെ എല്ലാ റെക്കോർഡ്സും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു അക്കൗണ്ടിങ് ഉള്ള കാരണം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, ഒരു വർഷം നമുക്ക് ബിസിനസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അക്കൗണ്ടിങ് ഉള്ള കാരണമാണ്. ടു നോ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മൾ കമ്പനി ഏത് നിലയിലാണ് നിൽക്കുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ നമുക്ക് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഇൻഫോർമേഷൻ സിസ്റ്റം, നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും നല്ലതും ചീത്തയുമായ ഒരുവിധം എവിഡൻസുകളെല്ലാം നമുക്ക് കിട്ടും. ദെൻ ബെനിഫിറ്റ് ടു യൂസേഴ്സ്, ഞാൻ പറഞ്ഞു നമ്മളെ അക്കൗണ്ടിങ്ങിൽ നമ്മളെ ബിസിനസ് കമ്പനിയിൽ നമ്മൾ നടത്തുന്ന ബിസിനസ്സിൽ കുറേ യൂസേഴ്സ് ഉണ്ട്. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കാം? മാനേജ്മെൻ്റ് ആയിരിക്കാം, മാനേജ്മെൻറ്റ് ഒരു യൂസേഴ്സാണ്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഓർ ബയ്യേഴ്സ് ഒരു യൂസേഴ്സാണ്. നമ്മളെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഹോൾസെയിലേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂസേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ആ യൂസേഴ്സിനൊക്കെ ബെനിഫിറ്റാണ് എന്ത് അക്കൗണ്ടിങ് ഉള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്നത് ഓൺലി മണി ട്രാൻസാക്ഷൻസ്. കാരണം അക്കൗണ്ടിങ് ഓൺലി മണി ട്രാൻസാക്ഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് ഉണ്ട് അല്ലേ, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റായ മാനേജറിയൽ സ്കില്ല്, സർവീസസ്, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണില്ല ഇവിടെ അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ മണി ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യണുള്ളൂ. ദെൻ രണ്ടാമത്തെ ഡിമെറിറ്റ് അല്ലെങ്കിൽ ലിമിറ്റേഷനാണ് യൂസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. അതായത് പല കമ്പനികൾ പല അക്കൗണ്ടിങ് മെത്തേഡ്സുകളുണ്ട്. നമുക്കിനി അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ പല ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് പല കമ്പനികൾ യൂസ് ചെയ്യണ കാരണം അതിൻ്റെ റിലയബിലിറ്റി നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, അതായത് നമ്മൾ കഴിഞ്ഞു പോയ ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് പ്രസൻറ്റിൽ എന്ത് നടക്കുന്നു, ഇനി വരുമ്പോൾ ഫ്യൂച്ചറിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കൺസേൺഡ് ആസ് എ വോൾ, ഫെയിൽ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ് വൈസ് ആൻഡ് ആക്ടിവിറ്റി വൈസ്. അതായത് ഒരു ബിസിനസ്സിനെ കൺസേൺ ബിസിനസ് ഫേം അതിനെ മൊത്തത്തിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലായിട്ട് ചെയ്യുക. അത് ബിസിനസ്സിലെല്ലാ മണി ട്രാൻസാക്ഷൻസും ഉണ്ടാവും. അല്ലാതെ പ്രൊഡക്റ്റ് വൈസ് ആയിട്ടോ ആക്ടിവിറ്റി വൈസ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യണില്ല, ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണില്ല, റെക്കോർഡ് ചെയ്യണില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ലിമിറ്റേഷൻസ്, അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ്, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചോദിക്കാം, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ അയച്ച് ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിന് വലിയൊരു ഉപകാരമാണ് ഇപ്പോൾ ഈ നോട്ട്സൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള വെരി ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു NB ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു 4-5 മാർക്കിനൊക്കെ ചോദിക്കാം. ഒരു 4 to 5 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതേണ്ടി വരും. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നും ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തു വരിക അക്കൗണ്ടിങ്ങിൽ. ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു ഷോപ്പിൽ ഒരു ബുക്കിൽ ജസ്റ്റ് നമ്മൾ അപ്പപ്പുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നു, അത് മാത്രമാണ് ബുക്ക് കീപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അതിൽ ഒന്നും നമ്മൾ അങ്ങോട്ട് വിശദീകരണമായിട്ട് എന്ത് ചെയ്യണില്ല, ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യണില്ല. പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്നാലും ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ പോലെ ബ്രോഡൊന്നുമല്ല, വൈഡർ സ്കോപ്പും ഇല്ല. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം, 4-5 മാർക്കിന് ചോദിക്കാം. 4 to 5 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, മസ്റ്റാണ്. നിങ്ങൾ രണ്ടിൻ്റെയും ഡെഫിനീഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാം. അപ്പോൾ ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനീഷനാണ്. വാട്ട് യു മീൻ ബൈ
അക്കൗണ്ടിംഗ് എന്ന് എഴുതുക. അതിൻ്റെ ആൻസറും വാട്ട് യു മീൻ ബൈ ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഡിനോട്ട്സ് ആക്ച്വൽ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. അതായത് സിസ്റ്റമാറ്റിക് ആയി പ്രോപ്പർ ബുക്സിൽ പലതരം ബുക്സുകൾ ഉണ്ടാവും. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതുന്നതാണ് എന്ത്? അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡിനോട്ട്സ് ദ മിയർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ജസ്റ്റ് വെറുതെ റെക്കോർഡ് ചെയ്യുക, അല്ലാണ്ട് പ്രോപ്പർ വേ സിസ്റ്റമാറ്റിക് വേയിൽ എന്ത് ചെയ്യണില്ല? ബുക്ക് കീപ്പിംഗ് ചെയ്യണില്ല. അപ്പോൾ ഡെഫിനിഷൻ തന്നെ ഫസ്റ്റ് എന്താണ്? അതിൻ്റെ ഡിഫറൻസ് ആണ്. സെക്കൻഡ്, അക്കൗണ്ടിങ് ക്ലിയർലി ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എവിടെ? അക്കൗണ്ടിങ്ങിൽ. പക്ഷേ ബുക്ക് കീപ്പിങ്ങിൽ ഡസ് നോട്ട് റിഫ്ലക്റ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും നമുക്കതിൽ അറിയാൻ പറ്റില്ല. ജസ്റ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു എന്നല്ലാതെ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്നൊന്നും നമുക്ക് എന്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല? ബുക്ക് കീപ്പിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അക്കൗണ്ടിങ് ഹാസ് എ വൈഡർ സ്കോപ്പ്. ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബ്രോഡാണ്, ബ്രോഡ് ഇൻ നേച്ചറാണ്, ഒരുപാട് സ്കോപ്പുകളുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ നാരോ സ്കോപ്പാണ്. അതെന്താണ്? അധികം ബ്രോഡൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ മിയർ ട്രാൻസാക്ഷൻസ് ഓഫ് എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് മിയർ റെക്കോർഡിങ് മാത്രമേ എവിടെ ഉള്ളൂ? ബുക്ക് കീപ്പിങ്ങിലുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് ഹാവ് മെനി ബ്രാഞ്ചസ്. കുറേ ബ്രാഞ്ചസുകളുണ്ട്. നിങ്ങളിനി വഴിയെ പഠിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡിഫറൻസ് ചോദിച്ചാൽ എഴുതാൻ പറ്റുമോ? എന്താണ്? അക്കൗണ്ടിങ്ങിന് കുറേ ബ്രാഞ്ച് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജറൽ അക്കൗണ്ടിങ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. അങ്ങനെ അക്കൗണ്ടിങ്ങിൽ പല ബ്രാഞ്ചുകളുണ്ട്. പക്ഷേ ബുക്ക് കീപ്പിങ്ങിന് ഒരു ബ്രാഞ്ചസും ഇല്ല. ഡസ് നോട്ട് ഹാവ് എനി ബ്രാഞ്ചസ്, ഓൺലി ജസ്റ്റ് റെക്കോർഡിങ്. പിന്നെ ഇറ്റ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് പഠിച്ചൊരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ടിങ് ചെയ്യാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബുക്ക് കീപ്പ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലൊന്നും ആവശ്യമില്ല. എന്തുണ്ട്? നമുക്ക് ആർക്ക് വേണമെങ്കിലും അതൊന്നും എഴുതാം. ജസ്റ്റ് ഒരു എഴുതാനും വായിക്കാനും അറിയുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? അത് എഴുതാം. ജസ്റ്റ് കുറച്ച് ചെറിയൊരു പഠിത്തമുണ്ടായാൽ മതി. പിന്നെ നെക്സ്റ്റ് ആണ് ഇറ്റ് ക്യാരിഡ് ഔട്ട് ബൈ ക്വാളിഫൈഡ് അക്കൗണ്ടൻസ് ഓർ പ്രൊഫഷണൽസ്. അതായത് ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വൈഡാണ്, ബ്രോഡ് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പ്രൊഫഷണൽസ് വേണം. കാരണം എന്താ? നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർ അക്കൗണ്ടിങ് ചെയ്യേണ്ട അക്കൗണ്ടൻറ്റന്മാരായിരിക്കും, അല്ലെങ്കിൽ വല്ല പ്രൊഫഷണൽ CAകളോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, കമ്പനി സെക്രട്ടറീസ് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ടിങ് ചെയ്യുള്ളൂ. പിന്നെ പക്ഷേ ബുക്ക് കീപ്പിംഗ് ഇറ്റ് യൂഷ്വലി പെർഫോംഡ് ബൈ അക്കൗണ്ട് ക്ലർക്സ്. ഒരു അക്കൗണ്ടിന് കീഴിലുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ബുക്ക് കീപ്പിംഗ് ചെയ്യാം. ദ ലാസ്റ്റ് ആണ് ഇറ്റ് ഈസ് ദ സെക്കൻഡറി സ്റ്റേജ് ആണ്. ശരിക്കും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റേജ് ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബുക്ക് കീപ്പിങ്ങിൽ ജസ്റ്റ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പിന്നീട് അതിനെ നമ്മളൊന്നും ചെയ്യണില്ല. ആ എഴുതി വെച്ചത് അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇതേപോലെ എഴുതി വെച്ചിരുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ സെക്കൻഡറി സ്റ്റേജായ അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യണത്, സമ്മറൈസ് ചെയ്യണത്, എല്ലാം ചെയ്യണത്. അപ്പോൾ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതിലൊരു 4 to 7 പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ എഴുതിയെടുക്കാം. കാരണം ടെക്സ്റ്റിലുള്ളത് ഒരേ ലൈൻസാണ് പറയുന്നത്, നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഈ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഡിഫറൻസും അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഡിഫറൻസ് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ഫങ്ഷൻസ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് അക്കൗണ്ടിങ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ക്ലാസ് എടുത്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു.